പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. ബിസിനസ് സ്റ്റഡീസ് പ്ലസ് ടുവിൻ്റെ മൂന്നാമത്തെ ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡീമോണിറ്റൈസേഷൻ. ഡീമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചില കറൻസിയുടെ നിരോധനമാണ് അല്ലേ. മോണിറ്റൈസേഷൻ നിലവിൽ ആക്കുക, ഡീമോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും കറൻസിയെ തന്നെ 500 രൂപയുടെ 1000 രൂപയുടെയൊക്കെ നോട്ടിൻ്റെ നിരോധനം നടത്തിയ ഒരു കാര്യം നമുക്കറിയാമല്ലോ. അത് 2016 നവംബർ 6 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം അനൗൺസ് ചെയ്ത ഒരു കറൻസി നിരോധനം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടാവണം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവണം, 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ട് നിരോധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ നിരോധിച്ച ദിവസം അർദ്ധരാത്രി മുതൽ തന്നെ കറൻസി നോട്ട് പിന്നീട് അതിൻ്റെ ലീഗൽ ടെൻഡർ എന്ന് വെച്ചാൽ എന്താ, നിയമപരമായ സാധുത ഇല്ലാതാക്കി എന്നുള്ളതാണ് അതിനുള്ള അംഗീകാരം. പിന്നെ സമൂഹത്തിൽ ജനങ്ങൾക്കത് ഉപയോഗിക്കാനായിട്ടുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു പെട്ടെന്നുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. ഒരു അർദ്ധരാത്രിയിൽ ഈ നോട്ട് നിരോധിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ അത് ഉപയോഗത്തിലില്ല എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇത്തരം നോട്ടുകൾക്കെല്ലാം എന്ത് ചെയ്യും എന്നൊരു ആവലാതി, അങ്കലാപ്പ്, അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന നോട്ട് എത്രയും പെട്ടെന്ന് മാറിയെടുക്കാനുള്ള തത്രപ്പാട്, ഇതെല്ലാം ഒരു നാളിൽ ഈ 2016 കാലയളവിൽ ജനങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ഡിമോണിറ്റൈസേഷൻ്റെ പിന്നിലുള്ള ചില പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ അതിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് എന്തിനങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ, ഇവിടെ കള്ളപ്പണമുണ്ട്, ആ കള്ളപ്പണം ഇല്ലായ്മ ചെയ്യുക എന്നതായിരുന്നു പ്രധാനമായിട്ടും. കള്ളപ്പണത്തിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നതായിരുന്നു ഒന്ന്. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻസിയിലെ നിലവിലുള്ള ഇതിൻ്റെ തന്നെ വ്യാജന്മാരുണ്ടാകും. 500ൻ്റെയും 1000ൻ്റെയും ഒക്കെ വ്യാജ നോട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറക്കുക, അതിൻ്റെ അളവിനെ കുറക്കുക എന്നതായിരുന്നു. അതുപോലെ തന്നെ ഭീകര പ്രവർത്തനത്തെ ചെറുക്കുക, ഇതെല്ലാമാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരുന്നത് എന്നതാണ് പ്രധാനമായിട്ടും അർത്ഥമാക്കിയിരുന്നത്. സോ ദ പോയിൻ്റ് ഈസ്, എന്താണ് ഡിമോണിറ്റൈസേഷൻ എന്നുള്ളതിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ പോയിന്റിലേക്ക് വരാം. ഓൺ 16 നവംബർ 2016 Prime Minister Narendra Modi announced demonetization of currency notes of 200 rupees and 1000 rupees, 1000 rupees. From that midnight, these currency notes ceased to be legal tender. This surprise move had far-reaching consequences. The declared objectives of demonetization were tackling black money, removing counterfeit currency, and confronting terrorism financed with counterfeit and unaccounted money. കണക്കിൽപ്പെടാത്ത പണം ചിലരുടെ കയ്യിലൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഒറിജിനലായിട്ട് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ സമൂഹത്തിലേക്ക് സർക്കാർ തരുന്ന പണത്തിന് തത്തുല്യമായ അളവിൽ മറ്റു ചിലരുടെ കയ്യിൽ അതിൻ്റെ വ്യാജന്മാരുണ്ട്. അപ്പോൾ ആ വ്യാജന്മാരുടെ എണ്ണം, കണക്കിൽപ്പെടാത്ത പണം, ഇതിനെല്ലാം ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലൊരു നിലപാടിലേക്ക് സർക്കാർ നീങ്ങിയത്, കേന്ദ്ര സർക്കാർ. The public were given time to deposit their ₹500 and ₹1000 notes in banks till 31 December. അങ്ങനെ ജനങ്ങൾക്കൊരു കാലയളവ് കൊടുത്തു. നിങ്ങളുടെ കൈവശം 500ൻ്റെയും 1000ൻ്റെയും നോട്ടുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ആ 2016 ഡിസംബർ 31 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മാറിയെടുക്കാൻ സാധിക്കുന്നു. Then also public were allowed to exchange old currency for new currency up to 4000 rupees. അപ്പോൾ ഇങ്ങനെയും ഒരു ഇത് ചെയ്തു കൊടുത്ത്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള പണം മാറിയിട്ട് പുതിയ കറൻസിയിലേക്ക് മാറാം. 4000 രൂപ വരെ നിങ്ങൾക്ക് അങ്ങനെ മാറിയെടുക്കാം. അങ്ങനെ ഏകദേശം ഡിസംബർ 12 എത്തുന്നത് വരെ ഇങ്ങനെ നിരോധിക്കപ്പെട്ട നോട്ടുകളെല്ലാം തന്നെ ബാങ്കുകളിൽ, പെട്രോൾ പമ്പുകളിൽ, ഹോസ്പിറ്റലിൽ, അതുപോലെ തന്നെ ടാക്സിൻ്റെ പേയ്മെൻറ്റ് ഡ്യൂസ്, ബിൽസ്, ഇതെല്ലാം ഈ രൂപത്തിൽ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. സോ till December 12, demonetized notes were accepted in petrol pumps, hospitals, and payments of dues like taxes and bills. Demonetized notes were replaced with new ₹500 and 2000 currency notes. അപ്പോൾ നോട്ട് നിരോധനമാണ് ഈ ഡീമോണിറ്റൈസേഷൻ എന്ന പദം കൊണ്ട് നാം അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഡീമോണിറ്റൈസേഷൻ ക്രിയേറ്റഡ് ഹ്യൂജ് ഡിസ്ട്രപ്ഷൻ ഇൻ ദ എക്കോണമി ആൻഡ് ടെമ്പററി ഹാർഡ്ഷിപ്സ് ടു പീപ്പിൾ. നോട്ട് നിരോധനം നടത്തിയപ്പോഴേക്കും അത് സമ്പദ് വ്യവസ്ഥയിലെ ജനങ്ങൾക്ക് ആകെ പ്രശ്നങ്ങളുണ്ടാക്കി.
പലതരത്തിലുള്ള കഷ്ടതയും ദുരിതവുമെല്ലാം ജനങ്ങൾ ഇത് മുഖേന അനുഭവിക്കേണ്ടി വന്നു. പീപ്പിൾ ഹാഡ് ടു സ്റ്റാൻഡ് ഇൻ ലൈൻ ബിഫോർ ATMs ഫോർ ലോങ് ടു ഗെറ്റ് ക്യാഷ്. ജനങ്ങൾ ATMൻ്റെ മുന്നിലൊക്കെ മണിക്കൂറുകളോളം ഒരു ദിവസം മൊത്തം ക്യൂ നിന്ന് അതിൽ ബോധരഹിതരായി തീർന്ന ആൾക്കാരുടെ കഥയെല്ലാം നാം കേട്ടിട്ടുണ്ട്. ഇനാഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ക്യാഷ് അഫക്റ്റഡ് എക്കണോമിക് ആക്ടിവിറ്റി നെഗറ്റീവ്ലി ഇമ്പാക്റ്റിംഗ് ബിസിനസ്. അപ്പോൾ ATMൻ്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ ചെല്ലും, പക്ഷേ ATMൽ നിന്നും പൈസ കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടായി. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ജനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിപ്പോരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. ഡിസ്ട്രപ്ഷൻസ്, ഹാർഡ്ഷിപ്സ് ഇതെല്ലാം തന്നെ ഒത്തിരി ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നുള്ളതാണ്. ബട്ട് ദർ ഈസ് അനദർ വ്യൂ ദാറ്റ് ഇത് ജനങ്ങളുടെ ഭാഗത്ത് ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെയാണെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാട് എന്തെന്നാൽ ഈ നോട്ട് നിരോധനത്തിൻ്റെ പിന്നിലെ ചില ഭാവികാല ഗുണങ്ങൾ അതിനകത്തുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവായിട്ട് കണ്ടിരുന്നത്. ബട്ട് ദർ ഈസ് അനദർ വ്യൂ ദാറ്റ് ദ ലോങ് ടേം ബെനിഫിറ്റ്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ വുഡ് ബി പോസിറ്റീവ്. എന്താണ് അതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്? ടാക്സ് കോംപ്ലിയൻസ് വാസ് ഇംപ്രൂവ്ഡ് ആസ് റിഫ്ലക്റ്റഡ് in the higher tax GDP ratio. More people started paying taxes. More importantly, huge amount of money was deposited in the banks, thereby augmenting the total funds available with the banking system. So this enabled banks to lend more money. Availability of higher credit is good for business, employment and growth. Another positive demonetization is that it accelerated digital transactions in the economy or the country. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആർ ക്ലീൻ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ കണക്കിൽപ്പെടാതെ നികുതി വെട്ടിപ്പ് നടത്തി നികുതി കൊടുക്കാതെ പൈസ ഇങ്ങനെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താത്ത രീതിയിൽ ആൾക്കാർ പലതരത്തിലുള്ള സമാന്തരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നോട്ട് നിരോധിക്കാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ നോട്ട് നിരോധനം അതിനെല്ലാം തടയിട്ടു എന്ന് വേണം പറയാനായിട്ട്. ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്തെന്നാൽ ടാക്സ് കൊടുക്കാനായിട്ട് ജനങ്ങൾ നിർബന്ധിതരാകും. അപ്പോൾ ടാക്സ് GDP റേഷ്യോ അത് ഹയറാകും, ഉയർന്ന നിലവാരം പുലർത്തും. കൂടുതൽ ആൾക്കാർ ടാക്സ് കൊടുക്കുന്നതിലേക്ക് വരും. അതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ അനുപാതത്തിലുള്ള പണം ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ജനങ്ങൾ തയ്യാറാകും. അങ്ങനെ ബാങ്കുകളിൽ കൂടുതൽ പണം വന്നു ചേരുമ്പോൾ ജനങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ പണം ബാങ്കിങ് സിസ്റ്റത്തിന് കൂടുതൽ ഫണ്ട് അവൈലബിൾ ആക്കുവാനുള്ള സാധ്യത തെളിയും. അങ്ങനെ ബാങ്കുകളെ വന്ന് സമീപിക്കുന്ന കസ്റ്റമേഴ്സിന് പണം കടം കൊടുക്കുവാനായിട്ടുള്ള കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. കൂടുതൽ വായ്പാ സൗകര്യങ്ങൾ കസ്റ്റമേഴ്സിന് കിട്ടുമ്പോൾ അവർക്ക് ബിസിനസ് ഫീൽഡിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുവാനും അവരുടെ വളർച്ചയ്ക്ക് അവരുടെ തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള സാധ്യതയും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് ഡിമോണിറ്റൈസേഷൻ്റെ പിന്നിലുള്ളത്. ഇത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിനുള്ളിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് അതിൻ്റെ ഒരു സാധ്യതയെ കണ്ടെത്തുകയും ആ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൂടുതൽ വ്യക്തവും സുതാര്യവുമാക്കി തീർക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ഡിമോണിറ്റൈസേഷൻ കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. Then it will take time to judge the ultimate impact of demonetization. If digital transaction and tax compliance improves, that would be a gain. Tackling corruption with demonetization is an impractical idea. Corruption is a very complex and a multi-dimensional issue. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമോണിറ്റൈസേഷൻ്റെ ഇമ്പാക്റ്റിനെ പറ്റി നാം ഒന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ദൂരവ്യാപക ഫലം എന്തെന്നറിയണമെങ്കിൽ നാം ഇനിയും കാത്തിരിക്കേണ്ടതുണ്ടാകും. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ വരുന്നതോടുകൂടി ടാക്സ് ആ ഒരു സൈഡ്, കാരണം നികുതി വെട്ടിപ്പ് നടക്കില്ല എന്ന രീതിയിലുള്ള ആ ഒരു കാര്യം, നികുതി കൊടുത്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ, അപ്പോൾ ആ ഒരു സൈഡ്, ആ ഒരു മേഖല ടാക്സ് കോംപ്ലിയൻസ് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ സാധിക്കും. അത് ഒരു ഗെയിനായിട്ട് വേണം കണക്കാക്കാൻ. അതൊരു സർക്കാരിനെ സംബന്ധിച്ച് അതൊരു അനുഗ്രഹമായിട്ട് വേണം കണക്കാക്കാൻ. അതുപോലെ അഴിമതിയെ തടയുവാനും നോട്ട് നിരോധനം കഴിയുമെന്നത് ശരിക്കും ഒരു എങ്ങനെയായിരുന്നു, അതൊരു ഇംപ്രാക്ടിക്കൽ ഐഡിയ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര കണ്ട് നോട്ട് നിരോധിച്ചാലും അഴിമതി എന്നത് അത് പ്രായോഗിക തലത്തിലെ പൂർണ്ണമായിട്ടും നീക്കാനാവില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ഈ വ്യത്യസ്തമായ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഈ ആധുനിക ലോകത്ത് കറപ്ഷൻ അഥവാ അഴിമതി എന്നത് വളരെ സങ്കീർണമായിട്ടുള്ളതും പുലിവാല് പിടിച്ചതുമായ ഒരു കാര്യമായിട്ട് തന്നെയാണ്. അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ഭരണതലത്തിൽ
കഴിയുന്നില്ല എന്നത് വേണം ചിന്തിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഡീമോണിറ്റൈസേഷൻ എന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഡീമോണിറ്റൈസേഷൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? വാട്ട് ആർ ദ ഇമ്പാക്റ്റ് ഓഫ് ഡീമോണിറ്റൈസേഷൻ? അത് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറയാം. ഡിക്ലൈൻ ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ഇൻക്രീസ് ഇൻ ബാങ്ക് ഡിപ്പോസിറ്റ്സ്, കയ്യിലുള്ള പണം മുഴുവനും ഇങ്ങോട്ട് വരും, ഡിപ്പോസിറ്റ് ചെയ്യാൻ ബാങ്കിലേക്ക് വരുന്നു, ബാങ്ക് ഡിപ്പോസിറ്റ് കൂടുന്നു, ഫിനാൻഷ്യൽ സേവിങ്സ് കൂടുന്നു, ഇൻക്രീസ് ഇൻ ഫിനാൻഷ്യൽ സേവിങ്സ്, ഡിക്ലൈൻ ഇൻ പ്രൈവറ്റ് വെൽത്ത്, ഡിക്ലൈൻ ഇൻ റിയൽ എസ്റ്റേറ്റ് പ്രൈസസ്, നോ എഫക്റ്റ് ഇൻ പബ്ലിക് സെക്ടർ വെൽത്ത്, ഇൻക്രീസ് ഇൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, റൈസ് ഇൻ ഇൻകം ടാക്സ് കളക്ഷൻസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഡിസ്ക്ലോഷർ. ഗണ്യമായ തോതിലെ ടാക്സ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമാനമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ളപ്പോൾ ഇൻകം ടാക്സ് കളക്ഷൻ്റെ എമൗണ്ട് കൂടുവാനായിട്ട് ഇത് ഇടയാക്കുന്നുവെന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുവാന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഗവൺമെൻറ് പോളിസിയിലുണ്ടാകുന്ന ചേഞ്ചസ് മുഖേനയുള്ള ഫലമാണ് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. എന്തെല്ലാം ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ആണ് ഗവൺമെൻറ് പോളിസിയിലെ? കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു, മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്, റാപ്പിഡ്ലി ചേഞ്ച് ഇൻ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, നെസസിറ്റി ഫോർ ചേഞ്ച്, നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റ് ഓറിയൻറ്റേഷൻ, ലോസ് ഓഫ് ബഡ്ജറ്ററി സപ്പോർട്ട് ടു ദി പബ്ലിക് സെക്ടർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസിയുമായി ബന്ധപ്പെട്ടത്. കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അതായത് ലിബറലൈസൻസിങ് ആണ്. അതുപോലെ ഫോറിൻ ഫേംസിനൊക്കെ, ഫോറിൻ വ്യവസായ സംരംഭകർക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യയിൽ തന്നെയുള്ള മാർക്കറ്റ് ഫീൽഡിൽ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടാക്കും. സർവീസ് സെക്ടറിലും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, എയർലൈൻ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളിലെല്ലാം തന്നെ കോമ്പറ്റീഷന് വഴിയൊരുക്കാവുന്നതാണ്. പിന്നെ മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴേക്കും, കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ വൈഡർ ചോയ്സാണിന്ന്. അവർ ആഗ്രഹിക്കുന്നത് വിപുലമായ രീതിയിൽ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടണമെന്നുള്ളതാണ്. അവർക്ക് വെൽ ഇൻഫോംഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന എന്തും കയ്യിൽ കിട്ടാനായിട്ട് അവർ താല്പര്യപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഹെൻസ് ദേ ഹാവ് ബിക്കം മോർ ഡിമാൻഡിങ് ആൻഡ് ദേ ഗോ ഓൺലി ഫോർ ബെറ്റർ ക്വാളിറ്റി. അവർ ആഗ്രഹിക്കുന്നതും കയ്യിൽ കിട്ടണമെന്നുള്ളതും എങ്ങനെയുള്ളതാണ്? ബെറ്റർ ക്വാളിറ്റിയിലുള്ളതാണ്. അപ്പോൾ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് സർവീസസുമാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിമാൻഡ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. പിന്നെ റാപ്പിഡ്ലി ചേഞ്ച് ഇൻ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ആധുനിക ലോകം എന്ന് പറയുന്നത് കോമ്പറ്റീഷനുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം കൂടുതൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവർക്ക് വളരാൻ വേണ്ടിയിട്ട് പുതിയ രീതികളും വഴികളും അവരുടെ മാർക്കറ്റിൽ നിലനിന്ന് പോരുന്നതിന് വേണ്ടി കണ്ടെത്തും. അതിനുവേണ്ടി ഏറ്റവും പ്രധാനം അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജി ദാറ്റ് പ്രൊവൈഡ്സ് ഇംപ്രൂവ്ഡ് മെഷീനറി, ബെറ്റർ പ്രോസസ്സേഴ്സ്, പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്, സ്മാളർ ഫേംസ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് വലിയ സ്ഥാപനങ്ങൾക്കാണ്. സ്മാളർ ആയിട്ടുള്ള സ്ഥാപനങ്ങളെ, ചെറിയ സ്ഥാപനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതാണെങ്കിൽ ത്വരിതഗതിയിലുള്ള ഇത്തരം ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റൊന്നും അവർക്ക് സ്വീകാര്യത ഉണ്ടാവുകയില്ല. അതിന് നേടിയെടുക്കാനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അടുത്തത് നെസസിറ്റി ഫോർ ചേഞ്ച്. സാമ്പത്തിക മേഖലയിൽ മൊത്തത്തിലൊരു ചേഞ്ച് എന്ന് പറയുന്നത് 91 ശേഷമാണ്. 91 മുമ്പുള്ള കാലയളവിൽ ഇവിടെ നിലനിന്നിരുന്ന റെഗുലേറ്റഡ് എൻവയോൺമെൻറ്റാണ്, നിയന്ത്രിതമായൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നിലവിലെ 91 ശേഷം മാർക്കറ്റ് ഫോഴ്സസ് എല്ലാം തന്നെ വളരെ ആർക്ക് അനുകൂലമായി ഇവിടെ വന്നു ചേരുന്ന വ്യവസായ സംരംഭകർക്ക്, അവർക്ക് നിരന്തരമായി അവരുടെ ഓപ്പറേഷൻസ്, അവരുടെ സ്ഥാപനത്തിലുള്ള പ്രവർത്തനങ്ങളെ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് മാറി. ഇൻ ദ pre-1991 era, there existed a regulated environment in which firms could have relatively stable policies and practices. But after 91, market forces have become turbulent, which necessitated firms to continuously change or modify their operations. അടുത്തത് നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് എന്നതാണ്. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലുള്ള വ്യവസായ സംരംഭകരെല്ലാം തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ അവർ കഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന്, ജോലി ചെയ്യുന്നതിന് ആവശ്യമായ പരിശീലനം കിട്ടിയ നല്ല ഉദ്യോഗസ്ഥ പ്രമുഖരുടെ അഭാവം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പുതിയ മാർക്കറ്റ് കണ്ടീഷൻസിലെ ആളുകൾ ജോലിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നത്
മറ്റുള്ളവരോട് കിടമത്സരം നടത്തി അതിനകത്ത് മുന്നേറുവാനും അതിനകത്ത് കമ്മിറ്റ്മെൻറ്റ് മനസ്സോടുകൂടി നിൽക്കുവാനും സാധ്യതയുള്ളവരെയാണ്. അതുകൊണ്ട് തന്നെ വേണ്ടത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അത് ഇൻക്രീസ്ഡ് മാനറിൽ വളരെ വർദ്ധിച്ച തോതിൽ മാനുഷ്യ വിഭവങ്ങൾക്ക് ആവശ്യം വേണ്ട പരിഗണനയും പരിശീലനവും വിദ്യാഭ്യാസവും എല്ലാം കൊടുത്തവരെ നേരെയാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പോയിൻ്റ്, ഇന്ത്യൻ എൻ്റർപ്രൈസ് ഹാവ് ബീൻ സഫറിങ് ഫ്രം lack of trained personnel. Now the new market conditions demanded people with a greater competence and commitment, hence demand for developing human resources increases. അടുത്തത് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ. ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത, ലോക ചുറ്റുപാട് സമ്പദ് വ്യവസ്ഥ എന്നത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണ്. മാർക്കറ്റിൻ്റെ പ്രത്യേകത മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണെന്നുള്ളത് തന്നെയാണ്. കാര്യം നേരത്തെ പ്രൊഡക്ഷൻ ഫസ്റ്റ് പിന്നെ മാർക്കറ്റിൽ കൊണ്ടുവരിക എന്നത് സ്ട്രാറ്റജി ആയിരുന്നു എല്ലാ സ്ഥാപനങ്ങളും നോക്കിയത്. പക്ഷേ ഇന്നതല്ല, ഇന്നത് മാറി. കാരണം പ്രൊഡക്ഷനെല്ലാം നൽകുന്നതും ഉണ്ടാക്കുന്നതും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ നിലവിലെ മാർക്കറ്റിലെ സാഹചര്യം എന്ത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത്, ജനങ്ങൾക്ക് താല്പര്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏത്. അപ്പോൾ ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തും, ജനങ്ങളുടെ മനസ്സ് അങ്ങനെ പഠിക്കും. മാർക്കറ്റ് റിസർച്ച് നടത്തുക, മാർക്കറ്റിലെ സാധ്യതകളെ കണ്ടറിഞ്ഞിട്ട് ബിസിനസ് വേൾഡിലെ വളരെ ഫാസ്റ്റായിട്ട് വളരെ ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനും പ്രൊഡക്ഷൻ നിലവിലുള്ളതിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ഓറിയൻറ്റേഷനിലേക്ക് എന്ന രീതിയിൽ. അപ്പോൾ പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷനല്ല, ഇന്ന് എങ്ങോട്ടാണ് തിരിയുന്നത്, മാർക്കറ്റ് ഓറിയൻറ്റേഷൻ എന്ന സാധ്യതയിലേക്കാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് സ്റ്റഡി ആൻഡ് അനലൈസ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ, ദെൻ പ്രൊഡ്യൂസ് ഗുഡ്സ് അക്കോർഡിംഗ്ലി. ഓക്കെ, സോ വിശദമായി ഇതിലേക്ക് നോക്കിയാൽ, ഏർലിയർ പ്രൊഡക്ഷൻ ഫസ്റ്റ് ദെൻ ഗോ ടു മാർക്കറ്റ് വാസ് ദ സ്ട്രാറ്റജി ഓഫ് ഫേംസ്. In other words, they followed production-oriented marketing operations. But in this fast-changing business world, there is a shift from production orientation to market orientation. That means firms at first study and analyze the market and then produce goods accordingly. Okay, last point, loss of budgetary support to the public sector. ബജറ്ററി സപ്പോർട്ടിൻ്റെ ഒരു നഷ്ടം പബ്ലിക് സെക്ടറിനുണ്ടാകുന്നു. അതായത് പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു നിലനിൽപ്പിലേക്ക് നാം നോക്കുമ്പോഴേക്കും സപ്പോർട്ട് നൽകുക എന്നത് അത് സെൻട്രൽ ഗവൺമെൻറ് ഫീഡിങ് ദ പബ്ലിക് സെക്ടർ ഓർ ഗിവിങ് സപ്പോർട്ട് ഈസ് നോ മോർ ദ പോളിസി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. പബ്ലിക് സെക്ടർ ആരുടെ കീഴിലാണ്? നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഈ പബ്ലിക് സെക്ടറിനെ കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സപ്പോർട്ട് കൊടുക്കുക എന്ന ഉത്തരവാദിത്വമൊന്നും ആർക്കില്ല? സെൻട്രൽ ഗവൺമെൻറ്റിന് ഉണ്ടാവുകയില്ല. അപ്പോൾ പബ്ലിക് സെക്ടറിന് നിലനിൽപ്പിന് ആവശ്യം വേണ്ട പണത്തിൻ്റേതായ ബജറ്ററി സപ്പോർട്ട്, അതിൽ വരുന്ന പണത്തിൻ്റെ തുക, അത് വർഷങ്ങളായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും കൊടുക്കുന്ന ആ ഒരു താങ്ങും തണലും എന്ന രീതിയിൽ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ആ ഒരു അടങ്കൽ തുകയിലൊക്കെ വളരെ ഗണ്യമായ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറയുമ്പോഴേക്കും പബ്ലിക് സെക്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തീർച്ചയായിട്ടും അവർക്ക് എഫിഷ്യൻ്റായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുവാനായിട്ടോ വേണ്ടത്ര തോതിൽ വരുമാനം ക്രിയേറ്റ് ചെയ്യുവാനോ അവർക്ക് നിലനിന്ന് പോകുവാനോ ശരിയായ വളർച്ച നേടുവാനോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. സോ ഫീഡിങ് ദ പബ്ലിക് സെക്ടർ ഓർ ഗിവിങ് സപ്പോർട്ട് ഈസ് നോ മോർ ദ പോളിസി ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. The budgetary support for public sector outlays has declined over the years. This made the public sector undertakings realize that there is no other alternative except to become efficient and generate revenue for survival and growth. Okay, so we can conclude that the impact of government policy changes has been positive for the Indian business industry, especially in the context of LPG, that is liberalization, specialization and globalization. Indian firms developed strategies and processes to meet the challenges of the day. So they gave more importance to customer satisfaction and customer relationship. അപ്പോൾ നാം എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഗവൺമെൻറ് പോളിസി മാറ്റങ്ങൾ അവലംബിക്കുമ്പോഴേക്കും അത് ഇന്ത്യൻ ബിസിനസ്സിനെയും ഇന്ത്യൻ വ്യവസായങ്ങളെയും അത് പ്രത്യേകിച്ചും ഈ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന തലങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അവിടെ അതിൻ്റേതായ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കുമെന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ഇവരേത് തരത്തിലുള്ള നയസമീപനവും മാറ്റങ്ങളുമാണോ ഉണ്ടാക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന സ്ട്രാറ്റജീസ്, പ്രോസസ്സസ് അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിന് പര്യാപ്തമായിരിക്കണം എന്നുള്ളതാണ്. അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്
കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും കസ്റ്റമർ റിലേഷൻഷിപ്പിനും ആയിരിക്കണം എന്നത് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇതിലെ ഭാഗങ്ങൾ ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഓഫ് ഗവൺമെൻറ് പോളിസി ഓൺ ബിസിനസ് ഇൻഡസ്ട്രി, പിന്നെ എന്താണ് ഡിമോണിറ്റൈസേഷൻ എന്നീ 2 ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് രണ്ടും വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, കമൻറ്റ് ചെയ്യുമല്ലോ, എല്ലാവരുടെയും കോപ്പറേഷൻ ഉണ്ടാവുമല്ലോ. താങ്ക് യു അഗെയിൻ.